ഇന്നലെ ലീഗിൻ്റെ പ്രൊഫൈലുകളിൽ, പലരുടെയും പോസ്റ്റുകളിൽ, പലരുടെയും വോളുകളിൽ നിറഞ്ഞു നിന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ആളുകൾ ഈ ചിത്രം പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ചിത്രം പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനാരും ദീർഘമായ ഒരു മേൽക്കുറിപ്പോ അടിക്കുറിപ്പോ ഒന്നും എഴുതിയിട്ടില്ല. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒരുമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുന്ന, സംസാരിക്കുന്ന, പുഞ്ചിരിക്കുന്ന വിവിധ ഭാവങ്ങളാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ചിത്രം ഇത്രമേൽ എല്ലാവരും പോസ്റ്റ് ചെയ്തതും വൈറലായതും എന്ന് ചോദിച്ചാൽ, ഈ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ അതിൻ്റെ വാർഷികത്തിൻ്റെ സമാപന പരിപാടിയോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലാണ് ഇവരിയ്ക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഇരുത്തം നൽകുന്ന സന്ദേശം, അല്ലെങ്കിൽ ആ ഇരുത്തത്തിലൂടെ ഇത് കാണുന്ന ആളുകൾ വായിച്ചെടുക്കുന്ന സന്ദേശമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഈ സമസ്തയുടെയും ലീഗിൻ്റെയും മലബാറിൻ്റെയും മനുഷ്യർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ എതിർക്കുന്നവരും അല്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ എതിർക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരും എല്ലാവരും ഈ ഇരു താല്പര്യങ്ങൾക്കിടയിലെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമാണ്. നമ്മൾ സാധാരണ വാഹനത്തിനകത്ത് ചില പ്ലഗ് സ്പോട്ടുകളിൽ ചില സ്പാർക്ക് ഉണ്ടാക്കി ഇന്ധനം കത്തിക്കുന്നത് പോലെ ആ സ്പാർക്ക് ഉണ്ടാക്കുന്ന പോയിൻ്റുകൾ അടച്ചാൽ പിന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി ചേർന്ന് പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല. ആരും അതിൻ്റെ സ്പേസ് എടുക്കൂലെന്ന് മാത്രമല്ല, എല്ലാ വേദികളിലും, അത് സമസ്തയുടെയും ലീഗിൻ്റെയും എല്ലാ വേദികളിലും നിങ്ങൾ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഈ കാലഘട്ടത്തെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായി ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം. അതിനു പകരം നിങ്ങളുടെ മനസ്സിൽ ആരൊക്കെയോ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യവുമില്ലാത്ത ചിന്തകൾ, അത് ചില സന്ദർഭങ്ങളിൽ നിങ്ങളിൽ നിന്നങ്ങ് വല്ലാതെ ഊർന്നു പോയി നിങ്ങളൊരു സ്വാഭാവിക മനുഷ്യനായി മാറും. സ്വാഭാവികമായ ജിഫ്രി മുത്തുക്കോയ തങ്ങളാകും. ആ സന്ദർഭത്തിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന ചിത്രങ്ങൾ. എന്നാൽ ഇത് വല്ലാതെ സ്പ്രെഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില വിരലിലെണ്ണാവുന്ന സ്ഥാപിത താല്പര്യക്കാർക്ക് അത് വല്ലാത്ത അസ്വസ്ഥതയുണ്ടാക്കും. നമ്മൾ പണ്ട് ടൂത്ത് പേസ്റ്റ് ബ്രഷിൽ തേച്ചു കൊണ്ടുവരുമ്പോൾ കീടാണു ഓടുന്ന സംഗതി കാണിക്കുന്നത് പോലെ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുള്ള കീടാണുക്കൾക്ക് ഇതൊട്ടും താല്പര്യമില്ലാത്ത സംഗതിയാണ്. അവർ നിങ്ങളുടെ മേൽ വീണ്ടും വീണ്ടും ഈ കഥകളും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ പിരികയറ്റും. ആ പിരികയറ്റി നിങ്ങളെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളെല്ലാത്തിൻ്റെയും മുകളിലാണെന്നും ഇവരൊക്കെ ആരാണെന്നും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കൊക്കെ അങ്ങേക്കാൾ പ്രായക്കുറവാണെന്നോ ഒക്കെ പറയുന്ന പല സംഗതികളും ഒക്കെ നിങ്ങളിലേക്ക് തിരികെ കയറ്റി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ വല്ലാണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാ വലിയ മനുഷ്യർക്കുള്ള കാര്യം എന്താണെന്നറിയോ? അവർക്ക് മറ്റുള്ളവരെക്കുറിച്ചൊക്കെ നല്ല ബോധ്യങ്ങളുണ്ട്. എന്നാൽ അവർക്ക് അവരവരെക്കുറിച്ചുള്ള ബോധ്യങ്ങളിൽ വലിയ പിഴവുമുണ്ട്. ഈ ബോധ്യങ്ങളെ പിഴപ്പിക്കുന്നത് ചില സ്ഥാപിത താല്പര്യക്കാരായ ആളുകളാണ്. പണ്ടെനിക്ക് അറിയാവുന്ന ഒരു വലിയ മനുഷ്യൻ ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു സംഭവം, ഒരു വാചകം ഞാൻ ഓർക്കുന്നു. ഈ വലിയ വലിയ ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ വഴിതെറ്റിക്കുന്നത് പലിശയ്ക്ക് കൊടുത്തോ മദ്യപിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വഴിവഴപ്പിച്ചോ അല്ല. അവരുടെ ഉള്ളിലേക്ക് ചില കൊതിയും നുണയും ഉപദേശങ്ങളും താല്പര്യ സംരക്ഷണത്തിനാണെന്നുമൊക്കെ ഉതകുന്ന തരത്തിലുള്ള പല സംഗതികളും കയറ്റി വെറുതെ വീർപ്പിക്കും. അങ്ങനെ വീർപ്പിച്ച് കിബിർ കൂടും. ആത്യന്തികമായി നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള മനുഷ്യനെ വണങ്ങാൻ പറയുമ്പോൾ ഞാനെന്തിന് വണങ്ങണമെന്ന് ചോദിച്ച് വഴിപിഴച്ചു പോകുന്ന ചിലരുടെ കഥ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത്തരം ഈ ചിന്തകൾ അതിനെ വഴിതെറ്റിക്കും. അതുകൊണ്ട് ഈ നിമിഷം, ആ നിമിഷത്തിൻ്റെ ഫീലിംഗ്, ആ നിമിഷത്തിൻ്റെ വികാരമാണ് ഈ സമസ്തയുടെയും ലീഗിൻ്റെയും മഹാഭൂരിപക്ഷം വരുന്ന അണികളും ആഗ്രഹിക്കുന്നത് എന്നുള്ളത് സത്യമായും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നതിനോ ബഹുമാനിക്കുന്നതിനോ ഒന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പലതരം കീടാണുക്കളിൽ നിന്നും ഒരു സ്വയം പ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുത്ത് വേണം മുന്നോട്ട് പോകാൻ. കാരണം നിങ്ങളിങ്ങനെ ഒരുപോലെ ചേർന്നാൽ അവിടെ ഇല്ലാതായി പോകുന്ന കുറേ സ്ഥാപിത താല്പര്യക്കാരുണ്ട്. അവർക്കാണ് നിങ്ങൾ പിണങ്ങണമെന്ന് വാശിയുള്ളത്. അല്ലാതെ ഇതിലെ മഹാഭൂരിപക്ഷം അണികൾക്കും അങ്ങനെ ഒരു ആഗ്രഹമില്ല എന്നതാണ് അതിൻ്റെ ഒരു സത്യം. അതുകൊണ്ടാണ് ഇത്രമേൽ ഈ ചിത്രം വ്യാപകമായി പങ്കുവെക്കുന്നത് എന്ന് ഇരുവരും മനസ്സിലാക്കേണ്ടതാണ്.